ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തെല്ലാം സാധനങ്ങൾ വെക്കണം എന്നാണ്. അതായത് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അപകടങ്ങൾ പറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കൂലേ. അപ്പോൾ ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്താം? മെയിനായിട്ട് ഒരു ഹാൻഡ് വാഷ് വേണം. ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നതിന് മുന്നും ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് വാഷ് ചെയ്യണം. ഹാൻഡ് വാഷ് തന്നെ വേണമെന്നില്ല, സോപ്പ് ഉപയോഗിച്ചായാലും നിങ്ങളത് വാഷ് ചെയ്താൽ മതി. ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഹാൻഡ് വാഷ് വേണം എന്ന് പറഞ്ഞെന്ന് മാത്രം. ഹാൻഡ് വാഷ്, സാനിറ്റൈസർ, ഗ്ലൗസ്, തെർമോമീറ്റർ, പിന്നെ ആൻറ്റിസെപ്റ്റിക് വൈപ്സ്, പിന്നെ എന്ത് വേണം? പിന്നെ അത്യാവശ്യം ഡോക്ടർ എഴുതി തന്ന പാരസെറ്റാമോൾ ടാബ്ലറ്റ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഡോളോ സിറപ്പ്, വൊമിറ്റിങ് വന്നാൽ കൊടുക്കുന്ന എന്തെങ്കിലും സിറപ്പ്, കുഞ്ഞുമക്കൾക്ക് വൊമിറ്റിങ് വന്നാൽ കഴിക്കുന്ന സിറപ്പ്, ടാബ്ലറ്റ്, പിന്നെ ഹെഡേക്കിനുള്ള വിക്സ്, പിന്നെ ഹെഡേക്കിനുള്ള ടാബ്ലറ്റ്. ഈ മെഡിസിൻസ് ഒക്കെ ഡോക്ടറെ അടുത്ത് ചോദിച്ച് ഡോക്ടർ പറഞ്ഞതിന് ശേഷം വാങ്ങിക്കുക. അതായത് പാരസെറ്റാമോൾ സിറപ്പ് എന്തായാലും കുഞ്ഞുങ്ങളുള്ള വീട്ടിലുണ്ടാവും, അത് നിർബന്ധമാണ് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ. പിന്നെ പാരസെറ്റാമോൾ ടാബ്ലറ്റും ഉണ്ടാവും അല്ലേ. പിന്നെ വൊമിറ്റിങ്ങിനുള്ള മെഡിസിൻ, പിന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, സ്ഥിരമായി മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിലും നമുക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾക്കുള്ള കുറച്ച് മെഡിസിൻ. പിന്നെ ഇതൊക്കെ കരുതി വയ്ക്കുമ്പോഴും നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും എപ്പോഴും എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ മെഡിസിൻസും ആണെങ്കിലും ഈ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളാണെങ്കിലും എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. സ്റ്റെറൈൽ ഗോസ്, സ്റ്റെറൈൽ പാഡ്, 10 സെൻറ്റിമീറ്റർ ആൻഡ് 15 സെൻറ്റിമീറ്റർ ബാൻഡേജ്, സിസേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കത്രിക കേട്ടോ. പിന്നെ നമ്മുടെ ബാൻഡേഡ്, എന്തെങ്കിലും കുഞ്ഞു മുറിവായ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡേഡ്, പിന്നെ അഡസീവ് പ്ലാസ്റ്റർ. പിന്നെ എപ്പോഴും ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ് ഉണ്ടായിരിക്കണം. എന്തിനാണ് എപ്പോഴും ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്? പെട്ടെന്ന് തലയിടിച്ച് വീഴ്, എന്തെങ്കിലും തലയിടിച്ച് വീഴ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐസ് ക്യൂബ് അത്യാവശ്യമാണല്ലേ. അപ്പോൾ ഐസ് ക്യൂബ് എപ്പോഴും ഫ്രിഡ്ജിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഡെറ്റോൾ ഓർ സ്പിരിറ്റ്, മുറിവ് കെട്ടാനുള്ള ബിറ്റാഡിൻ സൊല്യൂഷൻ, ബെറ്റാഡിൻ ഓയിൻമെൻറ്റ്, ഡൈക്ലോഫിനാക് ജെല്ല്, നമ്മുടെ കയ്യിൽ തീപ്പൊള്ളൽ എന്തെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓയിൻമെൻറ്റ്, അതായത് എന്തെങ്കിലും ഓയിൻമെൻറ്റ് എന്ന് ഉദ്ദേശിച്ചത് തീപ്പൊള്ളൽ ഏറ്റാൽ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തുന്നവർ ചെറുതായിട്ട് നമ്മൾ അടുക്കളയിൽ പണിയൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് ബേണായി കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓയിൻമെൻറ്റ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹാൻഡ് വാഷ്, ഹാൻഡ് സാനിറ്റൈസർ, ഗ്ലൗസ്, തെർമോമീറ്റർ, ഡെറ്റോൾ ഓർ സ്പിരിറ്റ്, ആൻറ്റിസെപ്റ്റിക് വൈപ്സ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, സിസേഴ്സ്, കോട്ടൺ, സ്റ്റെറൈൽ പാഡ്, ഗോസ്, ബാൻഡേജ്. 15 സെൻറ്റിമീറ്ററും വേണം, 10 സെൻറ്റിമീറ്ററും വേണം. 15 സെൻറ്റിമീറ്റർ വലിയ മുറിവുകൾക്കൊക്കെ കെട്ടാൻ ഉപയോഗിക്കാം. 10 സെൻറ്റിമീറ്റർ നമ്മുടെ ഫിംഗറിലോ എങ്ങാനും കുഞ്ഞു കുഞ്ഞു മുറിവുകൾക്കൊക്കെ 10 സെൻറ്റിമീറ്റർ ഉപയോഗിക്കാം. പിന്നെ അത്യാവശ്യം മുറിവിൽ തേക്കാനുള്ള ഓയിൻമെൻറ്റ്, മുറിവായി കഴിഞ്ഞാൽ തേക്കാനുള്ള ഓയിൻമെൻറ്റ്, തീപ്പൊള്ളിയ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനുള്ള ഓയിൻമെൻറ്റ്, ചെറിയ ബേൺസ് ഒക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓയിൻമെൻറ്റ്, എവിടെയെങ്കിലും ഉളുക്കോ ചെറിയ ചെറിയ പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള ഓയിൻമെൻറ്റ്, പനിക്കുള്ള കുറച്ച് മെഡിസിൻസ്, അതായത് കുഞ്ഞുങ്ങളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും പെട്ടെന്ന് പനി വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ പനി ജസ്റ്റ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് പനിക്കുള്ള കുറച്ച് മെഡിസിൻസ്. പിന്നെ പേപ്പർ ടൈപ്പ് പ്ലാസ്റ്റർ. പിന്നെ ഒരു കാര്യം, ഒരു കലാമിൻ ലോഷൻ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഡോക്ടറോട് ജസ്റ്റ് ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു കലാമിൻ ലോഷൻ കൈ വെക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് നമ്മുടെ മേലെങ്ങാനും ചൊറിയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് എത്തുന്നത് വരെ ഒരു കലാമിൻ ലോഷൻ ജസ്റ്റ് ലോക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആർട്ടറി ഫോഴ്സെപ്സും ഒരു ടൂത്ത് ഫോഴ്സെപ്സും കൂടെ വെക്കാം കേട്ടോ. ആർട്ടറി ഫോഴ്സെപ്സ് നമുക്ക് എന്തെങ്കിലും കോട്ടൺ ബോളൊക്കെ വെച്ച് മുറി വൈപ്പ് ചെയ്യണമെങ്കിലോ അതിന് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ ടൂത്ത് ഫോഴ്സെപ്സ് എന്തെങ്കിലും കൊള്ളുകയാണെങ്കിൽ നമ്മളത് വലിച്ചെടുക്കാനും
2-3 ഫോഴ്സെപ്സ് ഉപയോഗിക്കാം. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾക്കത് വെക്കാം കേട്ടോ.